ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തൊക്കെ നല്ല ടേസ്റ്റിൽ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ ചിക്കനൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടേസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈസി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സോസി ചിക്കനാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഫദ്വാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നില്ല, അവിടെ ഇതുപോലെ ഒന്നങ്ങ് തൊടണേ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഇതാ ചെറിയൊരു ബെല്ലൈക്കൺ വരുന്നില്ല, അവിടെ ഒന്നങ്ങ് തൊടുക. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ വരുമ്പോൾ അതിൽ ഓൾ എന്ന് വരുന്ന ഓപ്ഷനും കൂടെ ഒന്നങ്ങ് പ്രസ് ചെയ്തിടണേ. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള ചിക്കനാണിത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്താലും മതിയാകും. എന്നിട്ട് ആദ്യം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് മിക്സ് ആക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് കൂടുതൽ സമയം എടുത്ത് വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മൈദയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം. ഒരു മുട്ടയുടെ വെള്ള, മഞ്ഞ എടുക്കുന്നില്ല, വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള ഒരു മൈദയിലേക്കും കോൺഫ്ലവറിലേക്കും വേണ്ട കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കൈ കൊണ്ട് തന്നെ നല്ലോണം അങ്ങ് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, കാരണം മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ നല്ലൊരു മാവായിട്ട് ചിക്കനിൽ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പാകത്തിന് ആ ഒരു രീതിയിൽ മതി. ഇതുപോലെയാണ് മിക്സായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ചിക്കൻ ഉണ്ടാവേണ്ടത്. ഈ സമയത്ത് ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടെങ്കിൽ. ഉണക്കമുളക് നമ്മൾ ആദ്യം മൈദ മിക്സ് ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതല്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓയിൽ ചൂടാക്കിയിട്ട് ഇതുപോലെ ഓരോരോ പീസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഒരു ഭാഗമൊക്കെ ഒന്ന് ആവുന്ന സമയത്ത്. 2 ഭാഗം ഇതുപോലെ ഫ്രൈ ആവുന്ന സമയത്ത് തീ ഒന്നും കൂട്ടി വെച്ചിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് എടുക്കുക. ഈ സമയത്ത് തീ ഒന്ന് കൂട്ടി വെക്കണം, അപ്പോൾ നമ്മൾ ചിക്കനിൽ കൂടുതൽ ഓയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 1-2 ബാച്ച് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട് ഉണ്ടാവും. ചിക്കൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത ഓയിൽ അത് തന്നെ മതിയാകും. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം വെളുത്തുള്ളി ആദ്യം ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക ഓയിൽ. എന്നിട്ട് അത് ചൂടാവുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 2 അല്ലെങ്കിൽ 3 പച്ചമുളക്, എരിവ് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പച്ചമുളകും ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ വൈറ്റ് ഭാഗം വരുന്നുണ്ടല്ലോ വെള്ള, അത് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി ഇതില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, കുറച്ച് ഒരു കഷ്ണം സവാള, ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം സവാള മുറിച്ചിട്ട് വഴറ്റിയെടുത്താലും മതി. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ, നമ്മൾ ചിക്കൻ മുറിച്ചതുപോലെ തന്നെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്നുടയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് വഴറ്റിയാൽ മതി. ഈ സമയത്ത് തന്നെ സ്പ്രിംഗ് ഓനിയൻ ഗ്രീൻ ഉണ്ടല്ലോ, അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തം ഇട്ടിട്ടില്ല, ലാസ്റ്റ് നമുക്ക് മേലെ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ അതുകൂടെ ഇട്ടിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. ക്യാപ്സിക്കൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് സോസുകൾ ചേർക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആദ്യം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ്, ചില്ലി സോസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ റെഡിമെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കാശ്മീരി മുളക് ഉണ്ടല്ലോ, ഉണക്കമുളക്, അത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരയ്ക്കുക. അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളി, ഇത്തിരി വിനാഗിരിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അങ്ങനെ 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു ഷെസ്വാൻ സോസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇത് ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പും സോയ സോസും മാത്രമായാലും മതി, പക്ഷേ ഇതുകൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു സോയ സോസ് കൂടിയാണ് ഞാൻ ചേർക്കാനുള്ളത്. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 ടീസ്പൂൺ മതിയാകും.
അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മളിപ്പോൾ ക്യാപ്സിക്കം ഒക്കെ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഈ ഒരു സോസുകൾ ചേർത്ത് കൊടുക്കുക. സോസ് കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. നമുക്ക് ഈ ചിക്കനിലേക്ക് ഇത് കറക്റ്റ് ആയിരിക്കും. ടേസ്റ്റ് നോക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കുക ഒരു മിനിറ്റ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാം. അടുത്തത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ചില്ലി ചിക്കനൊക്കെ റെഡിയാക്കുമല്ലോ ആ ഒരു ഇതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ മിക്സ് കൂടെ റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കോൺഫ്ലവർ മിക്സ് ഒഴിക്കുന്നതിന് മുമ്പേ അതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, മൊത്തത്തിൽ ആ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. എന്നിട്ട് മിക്സ് ആക്കി വെച്ചിട്ട് ആ ഒരു കോൺഫ്ലോറിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുക. ആ കോൺഫ്ലോർ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കണ്ട, കാരണം പെട്ടെന്ന് കട്ട പിടിക്കുകയും ചെയ്യും, അത് വെന്തിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിലേക്കൊരു ഇത്തിരി കൂടെ വെള്ളം വേണ്ടി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് എന്തായാലും ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ തിളയ്ക്കുമ്പോഴാണ് കോൺഫ്ലോറിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് പാകാവുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് ഇത്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് വേണ്ട, നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ വേണ്ട. ഞാൻ ഫോട്ടോയിൽ ഭംഗി കിട്ടാൻ വേണ്ടി ഒരു തുള്ളി ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്, റെഡ് കളറിൽ. ഇതൊരു നിർബന്ധമില്ല കേട്ടോ, ഫോട്ടോയിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്, പക്ഷേ ഇതിൽ ചെയ്യുന്ന സമയത്ത് ഇതിന് ഗ്രേവി ഒന്നുമില്ല. ഈ ഒരു ചിക്കൻ ഈ ഒരു സോസിൽ തന്നെ മിക്സ് ആക്കി എടുക്കണം. ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക, ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. ഡ്രൈ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്, പക്ഷെ നല്ല സോസി ആയിട്ടുള്ളൊരു ചിക്കന്. ഹൈ ഫ്ലെയിമിൽ എന്തായാലും ഒരു 2 മിനിറ്റ് മിക്സ് ആക്കി എടുക്കണം കേട്ടോ, അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. ലാസ്റ്റിന് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓനിയൻ ഗ്രീന് കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ ഈ ഒരു ഡിഷ് റെഡിയായി നമ്മളെ ചിക്കൻ്റെ. ഇതിങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മിക്സാക്കി ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞത് ഇങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഉണ്ടാവും. സോസൊക്കെ ചിക്കനിലൊക്കെ കറക്റ്റ് പിടിച്ചിട്ടുള്ള ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണിത്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ചില്ലി ചിക്കനൊക്കെ റെഡിയാക്കലുണ്ട്. എന്നാലും ഈ ഒരു രീതിയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്